May the name of the Lord be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. I thank the Lord for yet another opportunity for me to stand here with the word of the Lord. ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ എനിക്ക് ദൈവം നൽകിയ മറ്റൊരവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയുള്ളവനാണ്. I'm also very grateful to the oversight that they allowed me both last week and this week, 2 weeks, to cover this important topic that we are studying. രണ്ടാഴ്ചയായിട്ട് അടുപ്പിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രധാന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്ക് അവസരം തന്ന ഓവർസൈറ്റിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. As you know, last week we started a study on headship and head coverings. കഴിഞ്ഞ ആഴ്ച നമ്മൾ തലപ്പത്തിരിക്കുക അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇരിക്കുക, അതുപോലെ തന്നെ മൂടുപടം, ഈ രണ്ട് വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മൾ നമ്മുടെ ചിന്തകൾ ആരംഭിച്ചു. And truth be told, I started this series with a fair sense of nervousness. I didn't know how this would be received. ഞാൻ ഇത് തയ്യാറാക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വളരെ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ വിഷയത്തെ എങ്ങനെ ആളുകൾ സ്വീകരിക്കും എന്ന് എനിക്കൊരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. But over the last week I've received so much positive feedback, and I'm glad to see that the Lord is using His word to encourage His children. വളരെയധികം പ്രോത്സാഹനജനകമായ ഫീഡ്ബാക്കാണ് അനേകരിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ ദിശയിലുള്ള ഒരു പ്രസംഗ പരമ്പരയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So last week was part 1, today is part 2. കഴിഞ്ഞ ആഴ്ച ഒന്നാം ഭാഗം നമ്മൾ ചിന്തിച്ചു, ഇന്ന് രണ്ടാം ഭാഗത്തേക്ക് വരികയാണ്. And today we will be building on what we discussed last week. So if you were not here last week, I encourage you to go back and listen to the recording from last week. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ആസ്പദമാക്കി അതിന്മേലാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ദയവായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം ദയവായി കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. But let's briefly, very quickly review some of the important concepts that we learned last week. എന്നാൽ വളരെ ചുരുക്കമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ എന്താണ് നമുക്കൊന്ന് ചിന്തിക്കാം. We discussed two main things last week. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. First of all, the glory of God. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ മഹത്വം എന്ന വിഷയം. We said that God does not tolerate any competing glories in His presence. തന്റെ സാന്നിധ്യത്തിൽ മറ്റ് ഒരു തരത്തിലുള്ള മഹത്വത്തിന്റെ സ്രോതസ്സുകളെയും ദൈവം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. Second thing was God's headship order. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് തലപ്പത്തിരിക്കുന്ന അതിനൊരു ക്രമം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. God has prescribed an order for headship to which we must submit. ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ആ ക്രമത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തിയിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. And these two concepts are foundational to our understanding of head coverings. ഇത് നമ്മളെ മൂടുപടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന വിഷയമായിട്ട് വളരെയധികം അടിസ്ഥാനപരമാണെന്ന് നമ്മൾ ചിന്തിച്ചു. We noted how the head coverings properly cover all competing glories, so that when we come together, the only glory that's seen, the only glory that's preeminent is God's glory. മൂടുപടം ധരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന് അതിനെതിരെ മത്സരിക്കുന്ന മറ്റെല്ലാ മഹത്വത്തിന്റെ സ്രോതസ്സുകളെയും അത് പിടിച്ചു നിർത്തുന്നു എന്ന് മാത്രമല്ല, നമ്മൾ കൂടി വരുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. And in relation to headship, we also said that when a woman covers her head willingly, and when a man maintains his head uncovered, we submit to we acknowledge the prescribed headship order that God has delivered. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി വരും ദൈവത്തെ ആരാധിക്കുവാനും അല്ലെ നമ്മുടെ മീറ്റിങ്ങുകൾക്ക് കൂടി വരുമ്പോൾ സ്ത്രീകൾ മൂടുപടം ഇടുന്നതും പുരുഷന്മാർ മൂടുപടം ഇല്ലാതെ ഇരിക്കുന്നതും ദൈവത്തിന്റെ മഹത്വത്തിന് നമ്മളെ തന്നെ കീഴടക്കുന്ന ഒരു ഏറ്റവും നല്ല വളരെ അത്യന്താപേക്ഷിതമായ ഒരു പരിചയമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. And as we mentioned last week, today our focus will be to expound on the passage that is key to this teaching. ഈ വിഷയത്തെ, ഈ ഉപദേശത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇതിന് പ്രാധാന്യം നൽകുന്ന ഒരു വേദഭാഗം വായിച്ച് അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So our core text for today is 1 Corinthians chapter 11. ഇന്നത്തെ നമ്മുടെ പ്രധാന വേദഭാഗം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 11 അധ്യായം and verses 2 to 16. 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. So let's start there. We'll turn there and we'll start by reading that. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാൻ തുടങ്ങുന്നത്. And because it's a longer passage, I'll just read it in English. അത് വളരെ ദീർഘമായ ഒരു വേദഭാഗമായതുകൊണ്ട് ഇംഗ്ലീഷിൽ മാത്രം വായിക്കാം. 1 കൊരിന്ത്യർ 11 അധ്യായം
2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Now I praise you, brethren, that you remember me in all things and keep the traditions just as I delivered them to you. But I want you to know that the head of every man is Christ, the head of woman is man, and the head of Christ is God. Every man praying or prophesying, having his head covered, dishonors his head. But every woman who prays or prophesies with her head uncovered dishonors her head, for it is one and same as if her head were shaved. For if a woman is not covered, let her also be shorn. But if it is shameful for a woman to be shorn or shaved, let her be covered. For a man indeed ought not to cover his head, since he is the image and glory of God, but a woman is the glory of man. For a man is not from woman, but woman from man. Nor was man created for woman, but woman for the man. For this reason, the woman ought to have a symbol of authority on her head because of the angels. Nevertheless, neither is man independent of woman, nor woman independent of man in the Lord. For as woman came from man, even so man also comes through woman, but all things are from God. Judge among yourselves. Is it proper for a woman to pray to God with her head uncovered? Does not even nature itself teach you that if a man has long hair, it's a dishonor to him? But if a woman has long hair, it is a glory to her, for her hair is given to her for a covering. But if anyone seems to be contentious, we have no such custom, nor do the churches of God. May the Lord bless the reading of his word. ദൈവവചനത്തിന്റെ വായനയെ ദൈവം അനുഗ്രഹിക്കട്ടെ. It is interesting to me that this passage that we just read starts and ends a certain way. എനിക്ക് വളരെ രസകരമായിട്ട് ഈ ഭാഗങ്ങളിൽ ഈ വേദഭാഗത്തിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. In verse 2, the first verse that we read, Paul commends the Corinthians for keeping the traditions that were delivered to them just as they were delivered to them. അവരെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നതിൽ അവരെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടാണ് പൗലോസ് ഈ ഭാഗം തുടങ്ങുന്നത്. The word tradition there does not just mean customs or practices. അവിടെ കൊടുത്തിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ, അവിടെ കൽപ്പനകൾ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്തു വരുന്ന ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ളതല്ല. But it has the reference to an ordinance or rule of the faith. എന്നാൽ അതിനേക്കാൾ ആഴമായിട്ട് വിശ്വാസത്തിന്റെ ഒരു കൽപ്പനയായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. It bears the same idea that it's expressed in verse 23, which is very familiar to us because we read that during the Lord's Supper, where he says, I receive from the Lord and I deliver it to you. ഈ ഏൽപ്പിക്കുക എന്ന് അവിടെ ആദ്യ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ അർത്ഥത്തിലാണ് 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. So it denotes a transfer of doctrine. It denotes a transfer of revelation. വെളിപ്പാടുകളുടെയും ഉപദേശങ്ങളിലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. So right in the opening of this passage, we understand that what Paul is about to talk about is not just a trivial thing or a fringe thing. അപ്പോൾ ഇതിന്റെ ആരംഭത്തിൽ തന്നെ പൗലോസ് ഇങ്ങനെ പറയുന്നത് കൊണ്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇത് കേവലം നിങ്ങൾ എല്ലാ ദിവസവും ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഒരു അർത്ഥമില്ലാതെ അർത്ഥശൂന്യമായി ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. In fact, what he is going to talk about is a weighty matter. എന്നാൽ മറിച്ച് താൻ സംസാരിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഘനവും ഗൗരവമുള്ള കാര്യമാണ്. And in the last verse, verse 16, he says, But if anyone seems to be contentious, we have no such custom, nor do the churches of God. 16-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. If anyone seems to be contentious, we have no such custom in the churches of God. അങ്ങനെ ഒരു തർക്കത്തിലേക്കാണ് ഇത് നീങ്ങുന്നതെങ്കിൽ പൗലോസ് പറയാണ്, അങ്ങനെയുള്ള ഒരു മര്യാദ, അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കം നമ്മുടെ ദൈവസഭകൾക്കില്ല. In other words, if you want to be contentious about this, you're on your own. മറ്റൊരർത്ഥത്തിൽ പൗലോസ് പറയുന്നതാണ്, ഇതിനെക്കുറിച്ച് തർക്കിക്കുകയും വഴക്ക് കേടുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ സഭകളായിട്ട് ചെയ്തോ, പക്ഷേ അങ്ങനെ ഒരു മര്യാദ നമ്മൾക്കില്ല. It's not an acceptable practice to be contentious in the church of God. ദൈവസഭയിൽ തർക്കിക്കുകയും വാഗ്വാദങ്ങൾ നടക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലും നമ്മൾക്ക് അംഗീകരിക്കാവുന്ന ഒരു പരിചയമല്ല. So when you have these two verses framing this passage, we come to understand that Paul is telling us something very important, something that we should receive without any argument. ഈ രണ്ട് വാക്യങ്ങളുടെ പരിധികൾക്കും ചട്ടക്കൂടിനകത്തും പൗലോസ് പറയുന്ന കാര്യങ്ങളുടെ
ഘനവും ഗൗരവവും എത്ര അധികമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് താൻ കരുതുന്നു. So what is this important matter that Paul wants us to understand and receive without argument? നമ്മൾ ഇത് യാതൊരു തർക്കങ്ങളും വാഗ്വാദവും ഇല്ലാതെ സ്വീകരിച്ച് പ്രമാണിക്കേണ്ട ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്? Verse 3. മൂന്നാമത്തെ വാക്യം. But I want you to know that the head of every man is Christ, the head of woman is man, and the head of Christ is God. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. We went over this verse in detail last week. കഴിഞ്ഞ ആഴ്ച ഈ വാക്യത്തിലൂടെ വിശദമായിട്ട് നമ്മൾ സഞ്ചരിച്ചു. If you remember, this is the relational order of creation that God has prescribed. ദൈവം സൃഷ്ടിച്ചപ്പോൾ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുന്ന ഒരു ക്രമത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The concept of headship is based on two important principles. തലപ്പത്തിരിക്കുക അല്ലെങ്കിൽ ആ നേതൃത്വ നിലയിൽ ഇരിക്കുക എന്നുള്ളതിന് രണ്ട് പ്രധാനപ്പെട്ട പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. Authority and submission. ഒന്നാമതായിട്ട് അധികാരം, രണ്ടാമതായിട്ട് ഒരു കീഴ്പ്പെടൽ. There is one who exercises authority and the other person submits willingly to that authority. അധികാരം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആ അധികാരത്തോട് സ്വമനസാലെ കീഴ്പ്പെടുന്ന മറ്റൊരു വ്യക്തി. And this framework of headship is demonstrated using 4 characters. 4 സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ തലപ്പത്തിരിക്കുന്ന ഈ വിഷയത്തെ പൗലോസ് ഇവിടെ പറയുന്നത്. 4 വ്യക്തിത്വങ്ങൾ. Man, woman, Christ and God. ഇവിടെ പറഞ്ഞിരിക്കുന്ന പുരുഷൻ, സ്ത്രീ, ക്രിസ്തു, ദൈവം. 4 വ്യക്തിത്വങ്ങൾ. The head of man is Christ. പുരുഷന്റെ തല ക്രിസ്തുവാകുന്നു. The head of woman is man. സ്ത്രീയുടെ തല പുരുഷനാകുന്നു. And the head of Christ is God. ക്രിസ്തുവിന്റെ തല ദൈവമാകുന്നു. And as I said, we already covered this last week, so let's move on to the next verse. ഇത് വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുകൊണ്ട് ഈ ആഴ്ചയിലെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. The next set of verses shows us how to acknowledge this order of headship. ഈ ക്രമത്തെ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കാം എന്നാണ് 4ാമത്തെ വാക്യത്തിൽ കാണുന്നത്. So verses 4 through 6, let's read again. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. For every man praying or prophesying having his head covered dishonors his head, but every woman who prays or prophesies with her head uncovered dishonors her head, for that is one and the same as if her head were shaved. For if a woman is not covered, let her also be shorn, but it is shameful for a woman to be shorn or shaved, let her be covered. Right at the offset, it is important for us to notice that man is man and woman is woman. ഒരു കാര്യം ആദ്യമായിട്ട് ഞാനിവിടെ പ്രത്യേകമായിട്ട് ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്, പുരുഷൻ എന്ന് പറയുന്നത് പുരുഷനായി തന്നെ നിൽക്കുന്നു, സ്ത്രീ എന്നുള്ളത് സ്ത്രീയായി തന്നെ നിൽക്കുന്നു. It is sad, isn't it, that we live in a culture where that needs to be said, that a man cannot be a woman and a woman cannot be a man. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തില്, ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇത് വളരെയധികം തർക്കത്തിലേക്ക് പോവുകയാണ്. പുരുഷൻ പുരുഷനായിട്ട് തന്നെ തുടരണമോ, സ്ത്രീ സ്ത്രീയായിട്ട് തന്നെ തുടരണമോ? Man and women are created different and they are created with different roles. ദൈവം പുരുഷനെയും സ്ത്രീയെയും വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചു. വ്യത്യസ്തമായ പങ്കുകളുമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. Equal in position, equal in value, equal in importance for ministry, but different in roles. സ്ഥാനീയമായി നോക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നോക്കുമ്പോൾ ഒരേ തുല്യതയിൽ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ അവരുടെ പ്രത്യേക പങ്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ വ്യത്യസ്തത കാണുന്നു. But to acknowledge this order of headship, a man should maintain his head uncovered. ഈ പ്രത്യേക ക്രമത്തെ നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ പറയുന്നത്, പുരുഷൻ ഒരിക്കലും മൂടുപടം ഇടാൻ പാടില്ല. Why? Because his head is Christ and Christ should be preeminent in all our gatherings. എന്താണ് അതിന്റെ കാരണം? പുരുഷന്റെ തല ക്രിസ്തു ആയതുകൊണ്ട്, ക്രിസ്തു സകലത്തിലും മുന്നമേ നിൽക്കുന്നതായതുകൊണ്ട് ഒരു കാരണവശാലും ആ മഹത്വം പുരുഷൻ തന്റെ തല മൂടുന്നത് മുഖാന്തരം നമുക്ക് ഒരിക്കലും അത് മുടക്കുവാൻ കഴിയുകയില്ല. But a woman should be covered. എന്നാൽ ഒരു സ്ത്രീ മൂടുപടം ഇടണം എന്നാണ് പറയുന്നത്. If she's uncovered, she dishonors her head. അങ്ങനെ മൂടുപടം ഇട്ടില്ലെങ്കിൽ ആ സ്ത്രീയുടെ തന്നെ ശിരസിനെ അപമാനിക്കുന്നു. And it's the same as her not submitting to the prescribed headship order that God has prescribed. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ തലപ്പത്തിരി ആ ക്രമത്തിനോട് ആ സ്ത്രീ കീഴ്പ്പെടുന്നില്ല എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. And it's a shameful thing for her. എന്ന് മാത്രമല്ല, വളരെ അപമാനത്തിന് അത് കാരണമാകും എന്ന് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നു. It is as shameful as if her head were shaved. തന്റെ തല ക്ഷൗരം ചെയ്തതിന് തുല്യമാണ് എന്നാണ് പൗലോസ് പറയുന്നത്.
You know as well as I do that for a woman, her hair is very important. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ തലമുടി അല്ലെങ്കിൽ കേശഭാരം അല്ല കേശം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Like that word, keshabharam. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. I mean, look at all the products that are out there that they make for hair care, right? ഇന്ന് തലമുടിയെ നന്നായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റിലുള്ളത്. And if you have a woman in your life, you know how much time is spent on treating and taking care of the hair. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്രമാത്രം സമയമാണ് തലയിൽ ഹെന്ന തേക്കാനും അതിനൊക്കെ ആരാന്ന് പറയുന്നില്ല നമ്മൾ ചെലവഴിക്കുന്നത്. And by the same token, it's a very difficult thing for a woman to absorb not having hair. അതേപോലെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ തലമുടി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ കേശമില്ലാതിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. I remember a few years ago, I was in a role at my work where I was approving the invoices for our cancer image recovery department. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടുത്തെ സ്റ്റോക്ക് ഇൻവെന്ററി അത് അപ്രൂവ് ചെയ്യുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And what this department does is that it helps patients who have gone through cancer with cosmetic treatments. ഈ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ജോലി എന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ ചികിത്സയും കൊണ്ട് അത് മുഖാന്തരം ഉണ്ടാകുന്ന നഷ്ടത്തെ നികത്തുന്നതിന് വേണ്ടി ചില പ്രത്യേക കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. So they sell like prosthetic bras or they sell wigs for patients who have gone through chemotherapy, things like that. വിഗ് പോലെയുള്ള കാര്യങ്ങൾ കീമോതെറാപ്പി മുഖാന്തരം തലമുടി കേശം നഷ്ടപ്പെട്ടവർക്കൊക്കെ വിഗ് ഒക്കെ കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. There are so many women who have gone through chemotherapy and pretty much all of them bought wigs. അനേക സ്ത്രീകൾ ഈ കീമോതെറാപ്പിയിലൂടെ പോയി അവരിൽ നല്ല ഒരു ഭൂരിഭാഗവും തന്നെ അവർക്ക് വിഗ്ഗുകൾ വാങ്ങിക്കേണ്ടി വന്നു. And it goes to show how important hair is to a woman. എത്രമാത്രം കേശം എത്രമാത്രം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ പറയുവാൻ And it's the same idea here. അതേ ആശയം തന്നെയാണ് പൗലോസോട് പറയുന്നത്. For a woman to be uncovered in the presence of God is equivalent to having her head or hair shaved off. ദൈവസന്നിധിയിൽ സ്ത്രീ മൂടുപടം ഇല്ലാതെ ഇരിക്കുന്നത് ആ സ്ത്രീയുടെ മുടി പരിപൂർണമായിട്ട് ക്ഷൗരം ചെയ്തതിന് തുല്യമാണ് എന്നാണ് പൗലോസ് പറയുന്നത്. This is not a cultural argument. ഇത് ഒരു പ്രത്യേക സംസ്കാരത്തിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒരു കാര്യമല്ല. Paul is not just talking to the Corinthian believers here. കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് മാത്രമല്ല പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. He is arguing from the creation order and he is arguing from headship. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ ക്രമത്തിലും ആരാണ് തലപ്പത്തിരിക്കുന്നത് എന്നുള്ള ആ പ്രത്യേക ക്രമത്തിന് അനുസൃതമായിട്ടാണ് പൗലോസ് ഈ സത്യങ്ങളെ ഇവിടെ വിളിച്ചു പറയുന്നത്. So it transcends culture, it transcends time, and it's applicable to all believers everywhere. സംസ്കാരത്തിന്റെയോ സമയത്തിന്റെയോ എല്ലാ പരിമിതികളെയും ഭേദിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ലോകമെമ്പാടും എല്ലാ സമയത്തും വളരെ ആപേക്ഷികമായ ഒരു സത്യമാണിത്. Verse 7. 7-ാം വാക്യം. For a man indeed ought not to cover his head, since he is the image and glory of God, but a woman is the glory of man. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ് ആകുന്നു. We went over this verse as well in detail last week when we talked about God's glory. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ വാക്യം നമ്മൾ വിശദമായിട്ട് പഠിച്ചു. Just like I said, in the presence of God there should be no competing glories. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വവുമായിട്ട് മത്സരിക്കുന്ന മറ്റ് യാതൊരു കാര്യങ്ങളും അവിടെ ഉണ്ടാകാൻ പാടില്ല. Just like the angels in heaven cover themselves in the presence of God, man's glory must be covered in God's presence. ദൈവസന്നിധിയിൽ ദൂതന്മാർ എല്ലായ്പ്പോഴും തങ്ങളെ തന്നെ ചെറുകൊണ്ട് തങ്ങളുടെ മുഖവും പാദവും ഒക്കെ മൂടി നിൽക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ മനുഷ്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വത്തിന് അതുമായിട്ട് മത്സരിക്കാതെ വണ്ണം നമ്മൾ പെരുമാറേണ്ടത് ആവശ്യമാണ്. And since woman is the glory of man, a woman's head must be covered. സ്ത്രീ പുരുഷന്റെ മാനമാകിയാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്ത്രീ മൂടുപടം ഇടേണ്ടത് ആവശ്യമാണ്. And a man maintains his head uncovered because he is the image and glory of God. എന്നാൽ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആണ് പുരുഷൻ. ആ കാരണത്താൽ പുരുഷൻ മൂടുപടം ഇടേണ്ട ആവശ്യമില്ല. And the glory of God should always be preeminent. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സകല കാര്യത്തിലും
ദൈവത്തിന്റെ മഹത്വമായിരിക്കണം ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നത്. We are quickly going because of the lack of time. Let's move on to the next set of verses. സമയത്തിന്റെ കുറവുകൊണ്ട് അടുത്ത വാക്യങ്ങളിലേക്ക് നീങ്ങട്ടെ. Verses 8 through 12. 8 മുതൽ 12 വരെ. For a man is not from woman, but woman from man, nor was a man created for woman, but woman for the man. For this reason, the woman ought to have a symbol of authority on her head because of the angels. Nevertheless, neither is man independent of woman, nor woman independent of man in the Lord. For as woman came from man, even so man also comes through woman, but all things are from God. Here, Paul is bringing in the important truth that men and women are interdependent. ഇവിടെ പൗലോസ് പ്രധാനമായിട്ട് ഊന്നി പറയുന്ന ഒരു കാര്യം, സ്ത്രീയും പുരുഷനും പരസ്പരം ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. Man doesn't exist without woman, woman doesn't exist without man. സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല. In creation, woman was taken out of man. സൃഷ്ടിയില് സ്ത്രീയെ പുരുഷനിൽ നിന്നാണ് എടുത്തത്. We know how the first woman was created. നമുക്കറിയാം എങ്ങനെയാണ് ആദ്യത്തെ സ്ത്രീയെ സൃഷ്ടിച്ചത്. God created Eve by taking a rib out of Adam, and he fashioned woman. ആദാമിന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒരെണ്ണം എടുത്താണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. So the first woman came out of man, and that's the idea we read in verse 8. 8ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ആശയം ഇതാണ്, ആദ്യത്തെ സ്ത്രീ വന്നത് പുരുഷനിൽ നിന്നാണ്. However, when a man is born, he is born of a woman. എന്നാൽ ഒരു പുരുഷൻ ജനിക്കുമ്പോഴോ പുരുഷൻ ജനിക്കുന്നത് സ്ത്രീയിൽ നിന്നാണ്. And that's the idea he communicates in അതാണ് verse 12. പൗലോസ് ഇവിടെ 12ാം വാക്യത്തിൽ പറയുന്ന ആശയം. So a man cannot claim that he doesn't need a woman because his very existence depends on a woman giving birth to him. അതുകൊണ്ട് സ്ത്രീയെ എനിക്ക് ആവശ്യമില്ല എന്ന ലോകത്ത് ഒരു പുരുഷനും പറയുവാൻ കഴിയില്ല, കാരണം പുരുഷൻ ജനിക്കുന്നത് തന്നെ സ്ത്രീയിൽ നിന്നാണ്. So both men and women need each other, and one is not greater than the other, positionally speaking. ഒരാൾ മറ്റൊരേക്കാൾ വലുതാണെന്ന് പറയുവാനോ സ്ഥാനീയമായിട്ട് നോക്കുമ്പോൾ ഭേദപ്പെട്ടാണെന്ന് പറയുവാനോ ഒരിക്കലും കഴിയില്ല. അവരെ ആശ്രയിച്ച് കഴിയേണ്ടവരാണ്. Even so, there are differences in roles, as we have mentioned. അതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഇവർ രണ്ടുപേരും ജീവിതത്തിൽ വഹിക്കുന്ന പങ്കുകൾ വളരെ വ്യത്യസ്തമാണ്. And one of these differences is highlighted in verse 9. 9ാം വാക്യത്തില് ഈ ഒരു വ്യത്യാസത്തെ കാണിക്കുന്നുണ്ട്. And that is that woman was made for man, and now not man for the woman. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. This is seen in the Genesis account of creation. ഇത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. There we see that God saw that it was not good for man to be alone. അവിടെ എഴുതിയിരിക്കുന്ന യഹോവയായ ദൈവം പുരുഷനെ നോക്കി, പുരുഷൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് ആദ്യം കണ്ടു. By the way, that is the first time we read of something not being good in the creation account. നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് വായിക്കുമ്പോൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ശരിയല്ല എന്ന് ആദ്യമായിട്ട് കാണുന്നത് ദൈവം പറയുന്ന ഈ വാക്കുകളിലാണ്. God created everything and he saw that it was good. ദൈവം സകലതിനെയും സൃഷ്ടിച്ചു, എല്ലാം നല്ലതെന്ന് കണ്ടു. But it was not good for man to be alone. എന്നാൽ അതേ ദൈവം തന്നെ പുരുഷനെ നോക്കിയപ്പോൾ അവൻ തനിച്ച് ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ചിന്തിച്ചു. So he created Eve for Adam. അങ്ങനെയാണ് ആദാമിന് വേണ്ടി ഹവ്വായെ സൃഷ്ടിച്ചത്. So woman was created for man and not the other way around. സ്ത്രീ പുരുഷനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, പുരുഷൻ സ്ത്രീക്കായിട്ടല്ല. So verse 10 says, because of this reason, woman ought to have a symbol of authority over her head. അതുകൊണ്ട് 10ാം വാക്യത്തിൽ പറയുന്ന ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. What is this symbol? എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലക്ഷണം? It's a covering that denotes her submission to the prescribed role of a man. ഒരു പുരുഷന് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ക്രമത്തിൽ നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴ്പ്പെടുന്ന നിലയിൽ ഒരു ബന്ധം, ഒരു മൂടുപടം ഉണ്ടായിരിക്കണം. What God looks for is willing submission and cheerful obedience. ദൈവം നോക്കുന്നത് നമ്മൾ സ്വമേധയുള്ള നമ്മുടെ ഒരു കീഴടക്കം വളരെ സന്തോഷത്തോടും മനസ്സൊരുക്കോടുകൂടെയുള്ള അനുസരണമാണ്. This is not oppression, this is order. ഇത് ഒരിക്കലും ഒരു അടിച്ചമർത്തലല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ ക്രമമാണ്. And we know God is a God of order. നമുക്കറിയാം ദൈവം ക്രമത്തിന്റെ സകല കാര്യങ്ങളും ക്രമമായിട്ട് ചന്തമായിട്ട് ചെയ്യുന്ന ദൈവമാണ്. And I love that Paul adds a phrase at the end of verse 12 where he says all things are from God. 12ാം വാക്യത്തിന്റെ അവസാനം പൗലോസ് വളരെ പ്രത്യേകിച്ച് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ സകലത്തിനും ദൈവം
കാരണഭൂതൻ. That means all these things have been divinely appointed by God. താൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്റെ സ്വന്തം വാക്കുകളല്ല, ദൈവത്താൽ ദൈവികമായിട്ട് നിയോഗിക്കപ്പെട്ട കാര്യങ്ങളാണ്. Putting into colloquial terms, if you have a complaint about this, go argue with God. അതായത് ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയാം, ഇതേ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് പോയി തർക്കിച്ചോ. But that's not the attitude of a true Christian. എന്നാൽ ഒരു ശരിയായ വിശ്വാസിയുടെ മനോഭാവം അതല്ല. An obedient Christian understands that all things are from God and all that comes from God is good, and they submit to that will. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഏതൊരു വിശ്വാസിയുടെ മനോഭാവം എന്ന് പറയുന്നത് ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. I want to go back to a phrase in verse 10. 10-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It says, for this reason the woman ought to have a symbol of authority on her head because of the angels. ദൂതന്മാർ നിമിത്തം എന്ന ഒരു പദപ്രയോഗം അവിടെ കൊടുത്തിട്ടുണ്ട്. What does this mean? Why do the angels care what a woman wears over her head? ആ പദപ്രയോഗത്തിന്റെ അർത്ഥം എന്താ? സ്ത്രീ മൂടുപടം ഇടുന്നതും ദൂതന്മാരുമായിട്ട് എന്താ ബന്ധം? And here we come to understand a beautiful aspect of the purpose of the church. സഭയുടെ ശരിയായ ഏറ്റവും മനോഹരമായ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് ഈ വാക്യം നമ്മളെ കാണിക്കുന്നു. One of the purposes for which the Lord has placed his church on earth is this. ദൈവം സഭയെ ഈ ഭൂമിയിലാക്കിയതിന്റെ പല ഉദ്ദേശങ്ങളിൽ ഒരു പ്രധാന ഉദ്ദേശം ഇതാണ്. It's seen especially evidently in Ephesians chapter 3 and verse 10. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. Let me read that verse, Ephesians 3:10. എഫേസ്യ ലേഖനം 3:10. It says, to the intent that now the manifold wisdom of God might be made known by the church to the principalities and powers in heavenly places. അങ്ങനെ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച് അവിടെ സഭ മുഖാന്തരം അറിവായി വരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. This talks about the wonderful calling that the church has. ഇവിടെ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നിസ്തുലമായ ഒരു വിളിയെക്കുറിച്ച് കാണുന്നു. And what this verse is saying is that God has placed the church as an object lesson for the angels. ദൂതന്മാർക്ക് കണ്ട് പഠിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ദൈവം സഭയെ ആക്കിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. Angels in heaven, they observe the church and they learn about the manifold wisdom of God. ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരിരുന്ന് അവര് സഭയെ കാണുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനും സഹായിക്കുന്നു. We know angels don't experience redemption like we do. നമ്മൾ അനുഭവിച്ച പോലെയുള്ള വീണ്ടെടുപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ദൂതന്മാർ അനുഭവിക്കുന്നില്ല. So they observe how these redeemed beings, us, we interact with our Creator. ആ കാരണത്താൽ തന്നെ ദൂതന്മാർ ഇന്ന് നിരീക്ഷിക്കുന്ന എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ട ഈ ദൈവ മക്കൾ എന്ന് പറയുന്നവർ എങ്ങനെയാണ് പിതാവായ ദൈവവുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. They observe how we worship, how we interact with our Redeemer. നമ്മൾ എങ്ങനെ ആരാധിക്കുന്നു എന്നും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവുമായിട്ട് എങ്ങനെ നമ്മൾ ബന്ധം പുലർത്തുന്നു എന്നുള്ളതും സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Apostle Peter tells us this in his epistle, 1 Peter 1:12. We won't read that, but he says that the gospel and the things concerning the gospel are things that angels desire to look into. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ നമ്മളെ വിശ്വാസികൾ ദൈവത്തിന് യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ദൂതന്മാർക്കും അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. In the book of Daniel, we read of angels as watchers. ദാനിയേലിന്റെ പുസ്തകത്തില് ദൂതന്മാരെ വിശേഷിപ്പിച്ചിരിക്കുന്ന അവർ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവരാണ്. They watch the happenings of the earth curiously. ഈ ഭൂമിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദൂതന്മാർ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ്. Further, when Paul is talking to Timothy in his epistle, he charges Timothy to do the things that he commanded him to do in the presence of elect angels. പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നീ വളരെ ധൈര്യത്തോടും സന്തോഷത്തോടും കൂടെ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ചെയ്യണമെന്ന് പറയുന്നു. The idea is this, beloved, that the angels are always watching the church. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന ആശയം എന്ന് പറയുന്നത് ദൂതന്മാർ എപ്പോഴും സഭയെ ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. And when the angels see women with their head covered, acknowledging the headship order that God has prescribed, അങ്ങനെ ദൂതന്മാർ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവം നിയോഗിച്ചിരിക്കുന്ന
വിധം സ്ത്രീകൾ അവർ മൂടുപടമിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ they praise God for the manifold wisdom of God. ദൈവത്തിന്റെ അതുല്യമായ ആ വലിയ പരിജ്ഞാനത്തെ ഓർത്ത് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. They saw the arrogance of Lucifer, which we talked about last week. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച പോലെ ലൂസിഫറിന്റെ ആ അഹങ്കാരവും അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഈ ദൂതന്മാർ കണ്ടു. These angels saw how he uncovered himself and did not submit to God's authority. ലൂസിഫർ എങ്ങനെ തന്റെ മൂടുപടം ചിറകുകൾ മാറ്റി ദൈവത്തിന്റെ മുമ്പാകെ തന്നെ പ്രതിഷ്ഠിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. But when they see these women cover themselves and salute their creator, അങ്ങനെ ദൂതന്മാർ ദീക്ഷിക്കുമ്പോൾ സ്ത്രീകൾ എങ്ങനെ മൂടുപടമിട്ട് അവരുടെ ദൈവത്തിന് മുമ്പാകെ കീഴ്പ്പെടുന്നത് കാണുമ്പോൾ it's an object lesson for them of the manifold wisdom of God. ദൈവത്തിന്റെ നിസ്തുല്യമായ അതുല്യമായ പരിജ്ഞാനം എന്താണെന്ന് അവർ നേരിട്ട് കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. So Paul is saying a woman ought to have her head covered because of the angels. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് ദൂതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്, ദൂതന്മാർ നിമിത്തം സ്ത്രീകൾ മൂടുപടമിടേണ്ടത് ആവശ്യമാണ്. Let's finish up this passage, verses 13 through 15. 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. Judge among yourselves, is it proper for a woman to pray to God with her head uncovered? Does not even nature itself teach you that if a man has long hair, it's a dishonor to him? But if a woman has long hair, it's a glory to her, for her hair is given to her as a covering. So Paul already established the headship order. He established how we need to acknowledge this headship order. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന, ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ആ ക്രമം എന്താണെന്നുള്ളത് പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. Now Paul is appealing to common sense. ഇനി അതിനുശേഷം സാമാന്യ ബുദ്ധിയോടുള്ള ഒരു ആഹ്വാനമാണ് പൗലോസ് ഇവിടെ കൊടുക്കുന്നത്. He's telling the Corinthians, and by extension to us, he's saying, you judge yourself. You tell me, is it proper for a woman to come to God's presence uncovered? അങ്ങനെയാണ് കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് ആപേക്ഷികമായ കാര്യങ്ങൾ നമുക്കും ആപേക്ഷികമാണ്. ആ സാമാന്യ ബുദ്ധിയോടാണ് പൗലോസ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു സ്ത്രീ മൂടുപടമിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? And the expected answer is no, it's not proper, it's not reverent for a woman to come to the presence of God uncovered. അതിന്റെ ശരിയായ ഉത്തരം ഒരിക്കലുമല്ല എന്നുള്ളതാണ്. In verse 14 he appeals to nature. 14 വാക്യത്തില് തന്റെ ചുറ്റുപാടും നോക്കുന്നു, ഈ സൃഷ്ടിയോട് ചോദിക്കുന്നു. Naturally men tend to have short hair and women tend to have long hair. നമുക്കറിയാം സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് നീണ്ട മുടിയാണുള്ളത്. But for a woman, വളരെ കുറുകിയ ചെറിയ മുടിയുടെ നീളം കുറവാണ്, സ്ത്രീകൾക്കാണ് കൂടുതൽ മുടിയുള്ളത്. But for a woman their long hair is a glory to her. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചോളം സ്ത്രീക്ക് വളരെയധികം കേശമുള്ളത് അവൾക്ക് മാനത്തിന് കാരണമാകുന്നു. And it's given to her as a covering. അത് ഒരു മൂടുപടമായിട്ടാണ് ദൈവം സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കേശം നൽകി. Now some people take this verse and say that this verse proves that the head covering that Paul is talking about is actually the hair of the woman. ചില ആളുകൾ ഈ വാക്യം നോക്കി പറയുന്നത് പൗലോസ് ഇവിടെ പറയുന്നത് സ്ത്രീകൾക്ക് ധാരാളം തലമുടി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അവരുടെ ആ കേശം തന്നെയാണ് മൂടുപടമായിട്ടിരിക്കേണ്ടത്. They say that this whole passage, these 16 verses are about hair. അവര് ഇങ്ങനെയും പറയുന്നു, ഈ 16 വാക്യങ്ങളും പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേശത്തെ കുറിച്ച്. That Paul is teaching that men should have short hair and women should have long hair. That is the teaching here. പൗലോസ് ഇവിടെ പറയുന്നത് പുരുഷന്മാർക്ക് തലമുടി വളരെ കുറവായിരിക്കണം, സ്ത്രീകൾക്ക് കൂടുതൽ മുടി വേണം, അതാണ് പഠിപ്പിക്കുന്നതെന്നാണ് ചിലര് ഈ ഭാഗത്തെ കുറിച്ച് പറയുന്നത്. Is that the issue here, beloved? പ്രിയപ്പെട്ടവരെ, അതാണോ ഇവിടുത്തെ കാതലായ വിഷയം? That's not the issue here. അതല്ല ഇവിടുത്തെ വിഷയം. Long hair on a woman is good. ഇവിടെ പൗലോസ് പറയുന്നത് സ്ത്രീ മുടി നീട്ടിയാൽ അത് അവക്ക് മാനത്തിന് കാരണമാകുന്നു. But it's not the covering that he's talking about. എന്നാൽ അത് ഒരു കേശം, ഒരു മൂടുപടമായിട്ടല്ല പൗലോസ് ഇവിടെ പറയുന്നത്. Because long hair on a woman is also her glory. കാരണം ആ ഒരു സ്ത്രീക്കുള്ള വളരെയധികം അധികമായ കേശം തീർച്ചയായിട്ടും അവൾക്ക് മാനത്തിന് കാരണമാണ്. And that glory must be covered in the presence of God. അങ്ങനെ ലഭിക്കുന്ന മാനം ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ അത് മറയ്ക്കപ്പെടേണ്ടതാണ്. So again, this passage is talking about the fact that women must wear a head covering when they come to the presence of God. ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്ത്രീകൾ മൂടുപടം ഇടണം എന്നുള്ളത് പൗലോസ് വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നു. So that's the teaching on head covering. അതാണ് ഈ മൂടുപടത്തെ കുറിച്ചുള്ള ഒരു പഠിപ്പിക്കൽ. There are 5 key takeaways that I want to summarize from this passage. ഈ 14 വാക്യങ്ങളിൽ നിന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. 1, we must submit to the headship order prescribed by God. ഒന്നാമതായിട്ട് ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന ആ ക്രമം,
തലപ്പത്തിരിക്കുന്ന തല എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്രമത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തണം. 2, we must acknowledge that and hold God's glory as preeminent in our gatherings. നമ്മുടെ എല്ലാ കൂടിവരികളിലും ദൈവത്തിന്റെ മഹത്വത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. 3, we do this by women willingly covering their head and men maintaining their head uncovered. പ്രായോഗികമായിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ കൂടി വരുമ്പോൾ സ്ത്രീകൾ മൂടുപടം ഇടുകയും പുരുഷന്മാർ മൂടുപടം ഇടാതെയും ഇരിക്കണം. Doing so is an object lesson for the angels in heaven concerning the manifold wisdom of God. നാലാമതായിട്ട് അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ദൂതന്മാർ നിമിത്തം അവർക്ക് കണ്ട് പഠിക്കുന്ന ഒരു പാഠമാണ്. അങ്ങനെ അവർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അതുല്യമായ ജ്ഞാനത്തെ അവർ പ്രകീർത്തിക്കും. And number 5, this is not a matter of contention, but it is of willing obedience. അഞ്ചാമതായിട്ട് ഇത് ഒരിക്കലും ഒരു തർക്കത്തിന്റെ വിഷയമല്ല, സ്വമേധയാ ഉള്ള ഒരു അനുസരണത്തിന്റെ പ്രതീകമായിരിക്കണം. So in the time that we have remaining, I want to address one question that's probably more relevant to us as believers living in America. അമേരിക്കയിൽ ജീവിക്കുന്ന നമ്മുടെ വിശ്വാസികൾക്ക് വളരെയധികം ആപേക്ഷികമായ ഒരു വിഷയം എനിക്ക് അല്ലെങ്കിൽ ഒരു ചോദ്യം എനിക്ക് ഉത്തരം നൽകുവാനുണ്ട്. As you know, I grew up the first 18 years of my life in India. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 18 വർഷം ഞാൻ ഇന്ത്യയിലാണ് ജീവിച്ചത്. And I never had to worry about head coverings because wherever I went in any spiritual setting, women had their head covered. കാരണം ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ഏത് ഗ്രൂപ്പിന്റെയും ആത്മീകമായ ഒരു മീറ്റിംഗിലോ കൺവെൻഷനോ എവിടെ ചെന്നാലും അവിടെ എല്ലാ സ്ത്രീകളും മൂടുപടം ഇട്ടുകൊണ്ടായിരിക്കുന്നു. Not only in our groups, but Catholics, Marthamites, Jacobites, everyone covered their head. നമ്മുടെ സഭകളിൽ മാത്രമല്ല, കത്തോലിക്കരുടെയും മാർത്തോമാക്കാരുടെയും യാക്കോബക്കാരുടെയും എല്ലാവരുടെയും മീറ്റിംഗുകളിൽ പോയാൽ അവിടെ സ്ത്രീകൾ മൂടുപടം ഇട്ടുകൊണ്ടാണ്. It was just part of the expected practice. അതാണ് ആ സ്ത്രീകളിൽ നിന്നും അല്ലെങ്കിൽ ആ സഭകൾ പ്രതീക്ഷിച്ചത്. And as I understand, that's still true in many parts of the world even today. ലോകത്തിന്റെ അനേക ഭാഗങ്ങളിലും ഈ പരിചയം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. And this is because head coverings were always part of the Christian tradition. കാരണം എന്താന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആരംഭം മുതൽ തന്നെ മൂടുപടം എന്നത്, സ്ത്രീ മൂടുപടം ഇടുക എന്നുള്ളത് വളരെ സുപരിചിതമായ ഒരു പ്രാക്ടീസ് ആയിരുന്നു. We can demonstrate this by looking at quotes from throughout church history, but we don't have the time to do so. നമുക്ക് സമയമില്ലാതെ, എന്നാൽ സഭാ ചരിത്രത്തില് സഭാപിതാക്കന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന അനേക ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. But we see writings related to the head coverings as early as in the 1st century when the Bible was written, when the New Testament was written. പുതിയ നിയമം എഴുതപ്പെട്ട സമയത്ത് തന്നെ 1-ാം നൂറ്റാണ്ട് മുതൽ ഈ വിഷയത്തെക്കുറിച്ച് അന്നുള്ള സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. And even church fathers like Irenaeus, Clement of Alexandria, Tertullian, John Chrysostom, they've all written about this. ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രമുഖരായ ആളുകളൊക്കെ അവർ 1-ാം നൂറ്റാണ്ട് മുതൽ ജീവിച്ചവരാണ്. അവരൊക്കെ ഇതിനെക്കുറിച്ച് വളരെയധികം എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. You trace this down to history, and when we come to the Reformation, even there people have written about it. People like John Knox, John Calvin, Matthew Henry, John Wesley, they've all written about this practice. കാൽവിൻ, മാത്യു ഹെൻറി, ജോൺ വെസ്ലി മുതലായ ആളുകൾ 1700-കൾ വരെ വരുന്ന സമയത്ത് പോലും അവരും ഇതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. Even in more recent times, people like Watchman Nee, Charles Ryrie, John Phillips, they've all written on this practice and taught that women should be covering their head in meetings. 1900-ങ്ങളുടെ ആദ്യം മുതൽ ഇപ്പോൾ വരെയുള്ള സമയത്ത് വാച്ച്മാൻ നീ, ചാൾസ് റൈറി, ജോൺ ഫിലിപ്സ് മുതലായ ആളുകളും സ്ത്രീ മൂടുപടം ഇടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. So what we find is that this is a tradition that has been practiced throughout church history without denominational divisions for over 2000 years. ഏതാണ്ട് 2000 വർഷങ്ങളായിട്ട് സഭാ വ്യത്യാസങ്ങൾ കൂടാതെ സഭയുടെ ആരംഭം മുതൽ 1-ാം നൂറ്റാണ്ട് മുതൽ പരിചയിച്ചു വന്ന ഒരു പരിചയമാണിത്. When we look into American churches today, എന്നാൽ അമേരിക്കൻ സഭകളിലേക്ക് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ we don't have this practice anymore. ഈ പരിചയം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. In fact, if you go to a mainstream church and you have your head covered, they will look strangely at you. ഇന്ന് വലിയ ഒരു സഭയിൽ, ഒരു ചർച്ചിലൊക്കെ, അമേരിക്കൻ ചർച്ചിൽ പോയി സ്ത്രീകള് തലയിൽ സ്കാർഫോ തുണി ഇട്ടുകൊണ്ടിരുന്ന അവർ പ്രത്യേക നിലയിലൊക്കെ ഒന്ന് നോക്കും. They would wonder, why do they do that? Or maybe even ask the question, why do you cover your head? ചിലപ്പോൾ അവർ ചോദിച്ചേക്കാം, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഈ തല കവർ ചെയ്യുന്നത്? People who have studied this trend say that this only started happening in the last 2 generations or so. കഴിഞ്ഞ 2 തലമുറകളിൽ തൊട്ടാണ് ഇങ്ങനെ ഇതിൽ നിന്ന് ഒരു വ്യതിയാനം വന്ന് എന്ന് ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തവർ കണ്ടുപിടിക്കുകയാണ്. In the last 2 generations or so, this practice that has been around for 2000 years have largely been ignored in America. 2000 വർഷങ്ങളായിട്ട് ക്രൈസ്തവ സഭ
ആഗോളമായിട്ട് പരിചയിച്ചു വന്ന ഈ ഒരു പരിചയം കഴിഞ്ഞ 2 തലമുറകൾ അതിൽ നിന്ന് പരിപൂർണമായിട്ട് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. So what happened in the last 50 years or so in America? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു ഏകദേശം 50 വർഷങ്ങൾ കൊണ്ട് എന്താണ് അമേരിക്കയിൽ The സംഭവിച്ചുകൊണ്ടിരുന്നത്? short answer is America went through some big cultural shifts, especially in the 60s and 70s. 60കളിലും 70ലും വലിയ ചില സാംസ്കാരിക സാമൂഹികമായ മാറ്റങ്ങളിലൂടെ അമേരിക്ക പോയി. R.C. Sproul notes this, and you probably know him because he was alive until very recently, a theologian that was well known. വളരെയധികം പ്രമുഖനായ R.C. സ്പ്രൗൾ, അദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്ക് മരിക്കുകയുണ്ടായി. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. He said that it was the impact of feminism that caused the practice of head coverings to be removed from churches in America. R.C. സ്പ്രൗൾ പറഞ്ഞത് ഇപ്രകാരമാണ്: അമേരിക്കൻ സഭകളിൽ നിന്ന് സ്ത്രീകൾ മൂടുപടം ഇടുന്ന ആ പ്രാക്ടീസ് ക്രമേണ നിന്നുപോയതിന്റെ ഒരു കാരണം സ്ത്രീപക്ഷവാദം എന്ന വിഷയമാണ്. The second wave feminist movement raged through America from the 60s through the 80s. And it caused a lot of damage to Christianity. അങ്ങനെ 60കളിലും 70കളിലും ആരംഭിച്ചത് 80കളിലും 90കളിലേക്കും വന്ന ഈ സ്ത്രീപക്ഷവാദത്തിന്റെ ആ പ്രസ്ഥാനം ക്രൈസ്തവ സഭയ്ക്ക് അമേരിക്കയിൽ വളരെയധികം ദോഷങ്ങൾ ചെയ്തു. During this time, mainstream Protestant Christianity was reshaped. ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ട രക്ഷിക്കപ്പെട്ട സഭകളുടെ ആ കൂട്ടം വളരെയധികം വ്യത്യാസങ്ങളിലൂടെ കടന്നുപോയി. Another big movement that happened during this time was called the church growth movement. രണ്ടാമത്തെ ഒരു വലിയ പ്രസ്ഥാനം ഈ സമയത്ത് ഉടലെടുത്ത് വളർന്നു വന്നത് സഭാ വളർച്ച മൂവ്മെന്റ് ആണ്. And through this movement, the general philosophy of the church changed. ഈ പ്രസ്ഥാനത്തിലൂടെ വന്നപ്പോൾ സഭയെക്കുറിച്ച് മൊത്തമായിട്ടുള്ള ഒരു താത്വികമായ ഒരു വ്യത്യാസം അവിടെ ഉണ്ടായി. So the focus changed from church being traditional and observing traditional practices to growing numbers in the church. ദൈവവചനത്തിൽ അടിസ്ഥാനമായി പരമ്പരാഗതമായിട്ട് ചെയ്തു വന്ന കാര്യങ്ങളിൽ നിന്ന് മാറി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വളരെ ആധുനികമായ കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിച്ചു. The seeker sensitive model became popular. അങ്ങനെ വന്നപ്പോൾ സഭയിലേക്ക് ആര് വരുന്നോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു മാതൃകയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. This is also the movement that gave rise or gave birth to the mainstream megachurch culture that we see today. ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിന്റെ ഒരു വേരായിട്ട് ഇന്ന് വന്ന മെഗാ ചർച്ച് എന്ന് പറഞ്ഞാൽ വലിയ ചർച്ചുകൾ ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. The focus was no longer on traditional church where believers gathered to study the word and to worship. വിശ്വാസികൾ ഒരുമിച്ച് കൂടി ആരാധിക്കുവാനും ദൈവവചനം പഠിക്കുക എന്നുള്ള ആ പ്രത്യേക ചിന്തയിൽ നിന്ന് but attract people from outside and make unbelievers comfortable to come to church. എങ്ങനെയെങ്കിലും അവിശ്വാസികളായ ആളുകൾ സഭയിലേക്ക് വരുവാൻ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാറ്റപ്പെട്ട ഒരു മാതൃകയിലേക്ക്. So the style of worship changed. അതിന്റെ ഭാഗമായിട്ട് ആരാധന രീതികൾ മാറി. The style of music changed to match the popular music of the day. ആ സംസ്കാരത്തിൽ എന്തൊക്കെയാണോ പ്രധാനപ്പെട്ടുള്ള സംഗീത ആ മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങളെ അതുമായിട്ട് തുലനം ചെയ്യുന്ന നിലയിൽ സഭയുടെ സംഗീത ശുശ്രൂഷ മാറി. Focus of preaching changed from doctrines to practical issues. ഉപദേശങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് പ്രായോഗിക വിഷയങ്ങളിലേക്ക് പ്രസംഗത്തിന്റെ രീതി മാറി. And Christianity was diluted in so many ways. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നിർഭാഗ്യവശാൽ ക്രിസ്തീയ സന്ദേശം എന്നുള്ളത് വളരെയധികം ലഘൂകരിക്കപ്പെട്ടു. And add to that the feminist movement that specifically targeted the practice of head coverings because it was seen as a symbol of oppression on women. എന്ന് മാത്രമല്ല ഇതിന്റെ എല്ലാം കൂടെ ഇതിനൊക്കെ മുകളിലായിട്ട് സ്ത്രീപക്ഷവാദം വന്ന് അവർ പറഞ്ഞത് സ്ത്രീ മൂടുപടം ഇടുന്നത് തീർച്ചയായിട്ടും സ്ത്രീയെ അടിച്ചമർത്തുകയാണ് എന്നവർ പഠിപ്പിക്കുവാൻ. Slowly the practice of head coverings disappeared from churches all across America. അങ്ങനെ ഈ വർഷങ്ങളിലൂടെ ഈ പ്രസ്ഥാനങ്ങളിലൂടെ എല്ലാം വന്നപ്പോൾ സ്ത്രീകൾ സഭയിൽ മൂടുപടം ഇടുക എന്നുള്ള ആ പരിചയം ക്രമേണ അമേരിക്കൻ സഭകളിൽ നിന്ന് അപ്രത്യക്ഷമായി. So what's the lesson here? ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് എന്താ പഠിക്കാനുള്ളത്? I know my time is up, but we have food, so I'm going to take 5 more minutes. നമുക്ക് ഭക്ഷണമുണ്ട്, അതുകൊണ്ട് ഞാൻ 5 മിനിറ്റും കൂടെ എടുക്കുകയാണ്. The lesson that we learn from here is that the Bible should not conform to culture. നമ്മൾ ആദ്യമായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം ഒരിക്കലും ഒരു സംസ്കാരത്തിനും കീഴ്പ്പെടരുത്. Culture changes, but the word of God is immutable. സംസ്കാരവും സാംസ്കാരിക അന്തരീക്ഷം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, എന്നാൽ ദൈവത്തിന്റെ വചനമോ ഒരിക്കലും മാറുന്നില്ല. Like I said last week, our goal should not be to be like other churches, but our goal should be faithful to the word.
നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റ് സഭകളെ പോലെ ആകുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ വിശ്വസ്തയോടുകൂടി ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കണം. Our measuring rod is not what others say or do, but it's what the word of God teaches. മറ്റവർ എന്ത് പറയുന്നോ, മറ്റവർ നമ്മളെ എങ്ങനെ കാണുന്നോ, അതല്ല നമ്മുടെ അളവുകോല്. നമ്മുടെ അളവുകോൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കണം. So let me bring this to a close. ഞാൻ ഇത് ഒരു സമാപ്തിയിലേക്ക് കൊണ്ടുവരട്ടെ. I trust that I've made my case that the practice of head coverings is an essential practice for the New Testament church. എന്റെ ആഗ്രഹം, എന്റെ പ്രതീക്ഷ ഇതാണ്, പുതിയ നിയമ സഭകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ മൂടുപടം ഇടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു ഉപദേശവുമാണ്, പരിചയവുമാണ്. And as such, I want to extend an invitation for us to return back to biblical principles. അങ്ങനെ ഉള്ള എൻ്റെ ഒരു ആഹ്വാനം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തെ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന പരിചയങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണമേ എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. May we be like the Corinthian church to whom Paul said, "You keep the traditions that I delivered to you just as they were delivered." നിങ്ങൾക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തന്ന പ്രമാണങ്ങളും ഉപദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ തുടർന്നു കൊണ്ടുപോകണമെന്ന് പൗലോസ് ഓർപ്പിച്ച അതേ മനോഭാവത്തിൽ തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 1 Corinthians is a book on order. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എന്ന് പറയുന്നത് സകല കാര്യങ്ങളും കൃത്യമായി ക്രമമായിട്ട് ചെയ്യുന്നത് എടുത്തു കാണിക്കുന്ന ഒരു പുസ്തകം. Paul is writing this epistle to bring back order into the church. പൗലോസ് കൊരിന്ത്യയിലുള്ള ആളുകൾക്ക് ഈ ലേഖനം എഴുതിയത് സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ക്രമത്തെ തിരിച്ച് സഭയിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ്. And in chapter 11, the chapter that we considered today, we are given 3 symbols that the church must observe when we come together. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 പ്രധാനപ്പെട്ട മേഖലകൾ ആണ് ഈ 11-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. Bread and wine representing the body and blood of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും ഓർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും. And head coverings acknowledging the headship of Christ. മൂടുപടം എന്നുള്ളത് യേശുക്രിസ്തു ആണ് ശിരസ്, ആ ശിരസിനെ ഉയർത്തി കാണിക്കുന്ന, പ്രഖ്യാപിക്കുന്ന വണ്ണം ആ ക്രമത്തെ നിലനിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Women with their head coverings on, men without, giving glory and honor to the Lord. മൂടുപടം ഇട്ടുകൊണ്ടുള്ള സ്ത്രീകളും മൂടുപടം ഇടാതെ ഇരിക്കുന്ന പുരുഷന്മാരും ഒരുമിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കും. And that is a beautiful picture of Christian order. അത് ക്രിസ്തീയമായ വേദപുസ്തകത്തിൽ അടിസ്ഥാനമായ ഒരു ക്രമത്തിന്റെ ശരിയായ ഒരു ചിത്രമാണ്. May we be committed to keeping this pattern. ഈ സമ്പ്രദായം, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഈ സമ്പ്രദായത്തെ തുടർന്നുകൊണ്ട് പോകുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രതിജ്ഞാബദ്ധമാക്കാം. May God's name be glorified. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.